വണ്ടിപ്പെരിയാർ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് INTUC-യുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാത ഉപരോധിച്ചു. അരമണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇതൊരു സൂചനാ സമരം ആണെന്നും ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ടു പോകുമെന്നും നേതാക്കൾ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ഈസ്റ്റർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വണ്ടിപ്പെരിയാർ, പീരുമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ 7 എസ്റ്റേറ്റുകളിൽ പോപ്സ് മാനേജ്മെന്റ് ശമ്പളം നൽകിയിട്ട് 4 മാസം പിന്നിടുകയാണ്. ഇതോടൊപ്പം തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട യാതൊരു ആനുകൂല്യവും നൽകുന്നില്ല. ഇതേസമയം എസ്റ്റേറ്റിലെ മുഴുവൻ മരങ്ങളും വെട്ടിവിൽക്കുകയും തേയിലക്കൊളുന്ത് വിൽപ്പന നടത്തുന്നുമുണ്ട്. എന്നാൽ ചെലവുകാശ് പോലും നൽകാതെയാണ് തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ്റ്റേറ്റ് ഓഫീസ് പടിക്കൽ നിരവധി തവണ INTUC കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമര പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. ശമ്പളം നൽകാതെ വന്നാൽ സമരം ശക്തമാക്കുന്നതിന് മുന്നോടിയായാണ് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള സൂചനാ സമരം നടത്തിയത്. ഇതിന്റെ ഭാഗമായി പശുമല ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം പെട്രോൾ പമ്പ് ജംഗ്ഷൻ ചുറ്റി തിരികെ പശുമല ജംഗ്ഷൻ സമീപം എത്തിയപ്പോൾ പ്രവർത്തകരും തൊഴിലാളികളും റോഡിൽ കുത്തിയിരുന്ന സമരം ചെയ്തു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ KPW യൂണിയൻ നേതാവ് ഷാജി പൈനാടത്ത് അധ്യക്ഷനായിരുന്നു. HRP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നൽകുന്നില്ല. ശമ്പളത്തോടൊപ്പം തന്നെ മറ്റ് മെഡിക്കൽ ആനുകൂല്യങ്ങളും ഗ്രാറ്റുവിറ്റി അടക്കമുള്ള തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട യാതൊരു ശമ്പളവും വേതനങ്ങളും നൽകാതെ അത് കുടിശ്ശികയാക്കിക്കൊണ്ട് ഈ മാനേജ്മെന്റ് നടത്തുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സർക്കാരും ഇവിടുത്തെ MLA-യും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. നേതാക്കളായ PR അയ്യപ്പൻ, രാജൻ കൊഴുമാക്കൽ, ബാബു ആൻഡപ്പൻ, KS സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു. അരമണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയാണ് സമരം പൂർത്തീകരിച്ചത്. ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നും ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ടു പോകാനാണ് INTUC തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇതിൽ സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥലം MLA-യും എത്രയും വേഗം പ്രശ്നത്തിൽ ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു. നിരവധി തൊഴിലാളികളും കോൺഗ്രസ് പ്രവർത്തകരുമാണ് സമരപരിപാടിയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.